പേരാമ്പ്ര മർച്ചന്റ് അസോസിയേഷൻ സ്നേഹാദരം 2026 എന്ന പരിപാടി സംഘടിപ്പിച്ചു. പേരാമ്പ്രയുടെ ജനകീയ എം.എൽ.എ. ഫാത്തിമ തഹ്ലിയയ്ക്കും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ഭാരവാഹികൾക്കുമുള്ള സ്വീകരണവും പേരാമ്പ്രയിലെ വ്യാപാര മേഖലയിൽ നിന്നും ഈ കഴിഞ്ഞ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കച്ചവടക്കാർ, പീടിക തൊഴിലാളികൾ, കയറ്റിറക തൊഴിലാളികൾ എന്നിവരുടെ മക്കൾക്കുള്ള അനുമോദനവും നടന്നു. പേരാമ്പ്ര നിയോജക മണ്ഡലം എം.എൽ.എ. ഫാത്തിമ തഹ്ലിയ ഉദ്ഘാടനം ചെയ്തു. ഈ അടുത്ത ദിവസം ഞാൻ നമ്മുടെ നിയമസഭയിൽ പെരുവണ്ണാമുഴി വികസനം ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സബ്മിഷൻ അവതരിപ്പിക്കുമ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മന്ത്രിയോട് പറഞ്ഞു, ഞങ്ങളെ പേരാമ്പ്രയിലെ പെരുവണ്ണാമുഴിയിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അവിടെ ഡാമുണ്ട്, ഡാമുമായി ബന്ധപ്പെട്ട് റിസർവോയർ ഉണ്ട്, അവിടെ ബോട്ടിംഗ് ഫെസിലിറ്റി ഉണ്ട്, അവിടെ പൂന്തോട്ടം, പിന്നെ സ്മാരക തോട്ടമുണ്ട്, പിന്നെ അവിടെ ഒരു കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മുതല വളർത്തൽ കേന്ദ്രം അവിടെ ഉള്ളത്. ആ മുതല വളർത്തൽ കേന്ദ്രത്തിലെ മുതലകൾ ആരെങ്കിലുമൊക്കെ ഒന്ന് ഞങ്ങളെ കാണാൻ വന്നാൽ മതി എന്നുള്ള രൂപത്തിലാണ് ഇരിക്കാറുള്ളത്. അപ്പൊ ആ സമയമാണ് പല ആൾക്കാർക്കും അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട് എന്നുള്ളത് അറിയുന്നത്. അപ്പൊ പിന്നെ എന്നെ കണ്ടവര് നമ്മുടെ ട്രാൻസ്പോർട്ട് മന്ത്രിയോട് പറഞ്ഞു, നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഒരു ബസ് എങ്കിലും അങ്ങോട്ട് പറഞ്ഞയക്കണം, ആ മുതലകളൊന്ന് കാണണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മളെ നാടിന്റെ ഭംഗി എന്ന് പറയുന്നത്, നമുക്ക് ഹിൽ ടോപ്പ് ഉണ്ട്, നമ്മൾ പെരുവണ്ണാമുഴിയിലേക്ക് കയറുന്ന നമ്മുടെ ചക്കിട്ടപ്പാറ, അങ്ങനെ മലയോര പ്രദേശമുണ്ട്, നമുക്ക് നല്ല തനത് വയൽ നിറഞ്ഞ നല്ല ഭൂമിയുണ്ട്, പ്ലെയിൻ ആയിട്ടുള്ള ലാൻഡ് ഉണ്ട്, നമുക്ക് റിവർ സൈഡ് ഉണ്ട്, നമുക്ക് അകലാപ്പുഴ ഭാഗങ്ങളിലൊക്കെ ഉള്ള റിവർ സൈഡ് ഉണ്ട്. അപ്പൊ ഏത് രൂപത്തിൽ നോക്കിയാലും ഈ നാടിന്റെ സമ്പദ് വ്യവസ്ഥയെ പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി റിസോഴ്സസ് ഈ നാട്ടിൽ തന്നെ ഉണ്ട്. അതിനെ കണ്ടെടുത്ത് ലോകത്തിന് മുന്നിലേക്ക് അവതരിപ്പിക്കുക, ഈ നാടിന്റെ അംബാസിഡർ ആയിട്ട് മാറുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ മുന്നിൽ അനുവദിച്ചിട്ടുള്ള, നിങ്ങൾ തന്നിട്ടുള്ള ഈ സമയം യഥാർത്ഥത്തിൽ ഈ നാടിന് വേണ്ടിയിട്ടുള്ള ഒരു അംബാസിഡർഷിപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും എന്നുള്ളത് ഞാൻ വളരെ സന്തോഷപൂർവ്വം തന്നെ നിങ്ങളോട് രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഈ നമ്മളിങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പൊ ഈ കഴിഞ്ഞ ലാസ്റ്റ് ബഡ്ജറ്റ് സ്പീച്ചുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നു. കോഴിക്കോട് നിന്ന് പേരാമ്പ്രയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം, ചെറുതും വലുതുമായിട്ടുള്ള വഴികളാണ്, സ്ട്രെയിറ്റ് റോഡുകളല്ല, സ്ട്രെച്ചുകളല്ല. യഥാർത്ഥത്തിൽ ഇങ്ങോട്ട് വിപണി മെച്ചപ്പെടുത്തണമെങ്കിൽ ആദ്യം വേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറുകളാണ്, റോഡ് ഫെസിലിറ്റീസ്. എന്തുകൊണ്ട് വാഹനം ഇങ്ങോട്ട് ഓടുന്നില്ല എന്ന് ചോദിച്ചാൽ, ആ രൂപത്തിലുള്ള സ്ട്രെച്ചുകൾ നമുക്ക് ഇങ്ങോട്ട് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അങ്ങനെ നമ്മളുടെ റോഡുകളെ മെച്ചപ്പെടുത്തിയാൽ, നമ്മളുടെ ഇവിടെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെ മെച്ചപ്പെടുത്തിയാൽ, നമ്മുടെ ടൗണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഇടപെടലുകൾ, അത് എല്ലാവർക്കും ഉപകരിക്കുന്ന രൂപത്തിലുള്ള ഒരു ഡെവലപ്മെന്റ് പിക്ചർ കൊണ്ടുവന്നാൽ നമുക്ക് ഇത് കേരളത്തിലെ മലബാറിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് പേരാമ്പ്രയെ മാറ്റാൻ സാധിക്കും എന്നുള്ളതിൽ വ്യാപാര വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് സുരേഷ് ബാബു കൈലസ് അധ്യക്ഷനായ ചടങ്ങിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാപ്പു ഹാജി മുഖ്യപ്രഭാഷണം നടത്തി. VGK തോമസ്, ബാബുമോൻ, സലീം രാമനാട്ടുകര, മനാഫ് കാപ്പാട്, ഷെരീഫ് ചിക്കിയിലോട് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ബഷീർ പരിയാരത്ത് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ മുനീർ അർഷ് നന്ദിയും രേഖപ്പെടുത്തി.